ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രാവിച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷം പങ്കുവയ്ക്കാനാണ്. ഇത് നമ്മുടെ ഒരു പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമുക്ക് വന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാവിച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറി ഉള്ള ഒരു കിടിലൻ വീടാണ്. സിംഗിൾ സ്റ്റോർ വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. 4.25 സെൻറ്റിലാണ് ഈ വീട് പണിയേൽപ്പിച്ചിട്ടുള്ളത്. 3 BHK ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കാണുന്നത് നമ്മളൊരു സ്ലൈഡിങ് ഗേറ്റാണ്. നല്ല ഭംഗിക്ക് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇൻ്റർലോക്ക് ചെയ്ത് നമുക്ക് ഫ്രണ്ട് നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കിണർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സൈഡിലായിട്ട് കിണറിൻ്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഗാർഡൻ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗി അതൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ജനലിന് താഴെയായിട്ട് ഒരു ഗാർഡൻ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടെ കിണറായിട്ട് വരുന്നത്. നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. നമുക്കൊരു 2 വണ്ടി ഒരു നന്നായിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 വലിയ വണ്ടി പോലും നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഗേറ്റും അത്യാവശ്യം വലിയ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് ഉണ്ട്. വണ്ടി തിരിച്ചിറക്കാനൊക്കെ ആയിട്ടുള്ള നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കാം. 12x4 സൈസ് ഡയമെൻഷനിലാണ് ഈ സിറ്റ് ഔട്ട് വരുന്നത്. 12x4 ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഒരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഒരു ചെയറൊക്കെ ഇടാൻ തന്നെ നല്ലൊരു സ്പേസ് ഇവിടെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാന്റ് അവർ വച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക്. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് വരുന്നത് പ്ലാവിലാണ്. അത്യാവശ്യം നല്ല ഭംഗിക്ക് ഉള്ളൊരു നല്ലൊരു ഡിസൈനിലുള്ള ഒരു ഡോറാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ടൊന്ന് പ്രവേശിക്കാം. ഓക്കെ, നമുക്ക് ഇതാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ലിവിങ് ഏരിയ ആയിട്ട് വരുന്നത്. 14x14 ഡയമെൻഷനിൽ വരുന്ന ഒരു ലിവിങ് ഏരിയയാണ്. കജാരയുടെ ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ സീലിംഗ് വർക്ക് വരുന്നത് പ്രൊഫൈൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന വേറൊരു സംഭവമാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. ഈ ഒരു TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ സാധിക്കുന്നതാണ്. ഞാനപ്പോൾ അത് ജസ്റ്റ് കാണിക്കാം. നമുക്ക് ഇപ്പോൾ ഇത് നമുക്ക് ലിവിങ് ഏരിയയാണ് വരുന്നത്. ഈ ഒരു പോർഷനാണ് ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഇത് വരുന്നത് ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ തിരിക്കാൻ വേണ്ടി അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് നമ്മൾ തിരിച്ചാൽ നമുക്ക് അപ്പർ സൈഡിലോട്ട് ആ TV എത്തിക്കാൻ പറ്റും. കണ്ടോ, നമുക്കപ്പം ഇപ്പോൾ അത് TV ഇപ്പർ സൈഡായിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയയുടെ അവിടെ ഇരുന്നിട്ട് പോകാം. നമുക്ക് വേണമെങ്കിൽ TV കാണാൻ വേണ്ടി അങ്ങനെ ഒരു സെറ്റപ്പ് ഈ ഇവിടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പാർട്ടീഷനായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കർട്ടൻ ഇട്ടാൽ നമുക്കൊരു സ്പേസ് ഇവിടെ കിട്ടും. അപ്പുറത്തുനിന്ന് നമുക്ക് കാണാത്ത രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് വരാം. അപ്പോൾ ഡൈനിങ് ഏരിയ വരുന്നത് 12x10 ഡയമെൻഷനിലാണ് കൊടുത്തിട്ടുള്ളത്. വീടിന് ഒരു വൈറ്റ് തീം കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാന്റ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. പിന്നെ നമുക്ക് മിറർ ഒരു കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് അതിൽ വരുന്ന ടൈപ്പാണ് മിറർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ ഈ ഒരു പോർഷൻ മൾട്ടിവുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ കിച്ചൺ വരുന്നത് 12x12 ഡയമെൻഷനിലുള്ള ഒരു കിച്ചനാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കബോർഡ് വർക്കെല്ലാം വരുന്നത് മൾട്ടിവുഡിലാണ്. നമ്മുടെ വൈറ്റ് കളർ തീമിന് മാച്ച് ചെയ്യുന്നത് തന്നെ അവർ ഡിസൈൻ ചെയ്യുന്നത്. മുകളിൽ ബ്ലാക്ക്, ഈ സൈഡ് വൈറ്റും വരുന്നത്, ഇടയ്ക്ക് വുഡിൻ്റെ ഫിനിഷിങ് അങ്ങനെ വരുന്നൊരു നല്ലൊരു ഓപ്പൺ കിച്ചനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പോർഷൻ അവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോർഷനും നമുക്ക് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പോർഷനാണ് ഫ്രണ്ട് വരുന്നത്. ഫാൻസി ലൈറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പവർ പോയിന്റ് കൊടുക്കാനായിട്ട് ഇവിടെ പ്ലഗ് പിന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്.
മിക്സിയോ ബാക്കി എന്ത് കാര്യങ്ങളും നമുക്ക് ഇലക്ട്രിക് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എല്ലായിടത്തും അതിനുള്ള പവർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്കപ്പോൾ ഈ ഓപ്പൺ കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ പുറത്തുള്ള ഡൈനിങ് ഏരിയയിലോട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമുക്ക് 3 BHK ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് 3 ബെഡ്റൂമാണ് ഈ ഒരു സിംഗിൾ സ്റ്റോർ വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നമുക്ക് ഈ ലിവിങ് ഏരിയയുടെ ഈ സൈഡിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഓക്കെ, ഇവിടെ ഈ സീലിങ്ങിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത് 14x12 സൈസിലാണ് വരുന്നത്. ഇവിടെ മൾട്ടിവുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ കൂടെ തന്നെ മിററും അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അകത്ത് നല്ല സ്പേസിൽ തന്നെയാണ് ബാത്റൂം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് സെറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഗ്രിപ്പും സ്മൂത്തൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് 2 ബെഡ്റൂം വരുന്നത് ഈ 2 സൈഡിലായിട്ടാണ്. നമുക്ക് അടുത്ത് വരുന്ന 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് നോക്കാം. ഇത് രണ്ടും ഏകദേശം സെയിം സൈസാണ്. 12x12 ഡയമെൻഷനിലുള്ള സെയിം വീടാണ്. നമുക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ് ഞാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാൾ ഹാങ്ങിങ് ലൈറ്റിങ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 12x12 സൈസിനാണ് ഈ വീടിൻ്റെ ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെയിം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു വാർഡ്രോബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിററും കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ബാത്റൂമിന്റെ കളർ തീം വ്യത്യാസമുണ്ട്. ഗ്രീനും ഒരു ആഷ് കളർ ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്ക് ഗ്രീനും ആഷ് കളറുമായിട്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ബ്രാൻഡ് ഫിറ്റിംഗ്സ് സെറയുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. മിററും ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്കിനി ലാസ്റ്റത്തെ ബെഡ്റൂം. അപ്പോൾ ലാസ്റ്റത്തെ ബെഡ്റൂം കൂടെ നമുക്കിനി കാണാം. അത് നമുക്ക് ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ട് സൈഡിലായിട്ടാണ് അടുത്ത് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12x12 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. പ്രൊഫൈൽ ലൈറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെയിം നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇവിടുത്തെ ബാത്റൂം നോക്കാം. ഓക്കെ, ഈ ബാത്റൂമും വേറൊരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. സെയിം ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിംഗ് ടൈൽ തന്നെയാണ് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി മിറർ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഇതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീടിൻ്റെ വിശേഷം. അപ്പം നല്ല ഭംഗിക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കിടിലം വീടാണ്. അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രൈസാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ ഈ വീട് വരുന്നത് 48 ലക്ഷത്തിനാണ്. അത് നെഗോഷ്യബിളാണ്. നമുക്ക് പ്രൈസ് നിങ്ങൾക്ക് വിളിച്ച് നമ്മളോട് സംസാരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 48 ലക്ഷമാണ് ഈ വീടിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ലോണാണെങ്കിൽ ലോണിന് നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം. ലോണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. റെഡി ക്യാഷ് ആണെങ്കിൽ അങ്ങനെ വരിക. അപ്പം നമുക്ക് ഈ ഒരു വീട് പ്രാവശ്യമ്പലത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പം ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും.
അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനുള്ള വീട് ആവശ്യമുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് സൂട്ടാവുന്ന വീട് നമ്മൾ സജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന ലോണും അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ലോണിനുള്ള ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.